ഹായ് ഹലോ നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല. എന്തുണ്ടെങ്കിലും നമുക്ക് ശ്രമിക്കാം. ആദ്യം ഞാൻ ഫാമിലിയെ പരിചയപ്പെടുത്താം. ഇത് എൻ്റെ മോള് കുഞ്ഞുമണി, ഇത് അമ്മ, അച്ഛൻ. അമ്മയുടെ പേര് പ്രസന്ന, അച്ഛൻ്റെ പേര് നാരായണൻ ഉണ്ണി. അമ്മ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. എൻ്റെ വീട് തൃശ്ശൂരാണ്. അവിടെ അച്ഛൻ, അമ്മ, അനിയൻ. അമ്മ വർക്കിന് പോകുന്നുണ്ട്. അമ്മ ഈ ആധാർ എഴുത്ത് ആണ് അമ്മയുടെ വർക്ക്. അച്ഛനും ഞാനൊക്കെ വീട്ടിലിരിക്കുക. ഞാൻ പിന്നെ പഠിക്കുകയാണ്. ചേട്ടൻ ജോലിക്ക് പോയേക്കാണ്. ചേട്ടൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യണത്. റെയിൽവേയിലെ എൻജിനീയറാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് വരുമ്പോഴേക്കും ചേട്ടനെ അതിൽ ഉൾപ്പെടുത്താമെന്നായിരിക്കും. ചേട്ടൻ്റെ പേര് അനന്തകൃഷ്ണ എന്നാണ്. വ്ളോഗിനെ പറ്റിയിട്ട് അച്ഛൻ എന്താണ് അഭിപ്രായം? അച്ഛൻ നല്ല അഭിപ്രായമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് സാർവത്രികമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന മാധ്യമമാണ്. അത് സ്നേഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉന്നതിക്കായിട്ട് വിനിയോഗപ്പെടുത്തുക എന്ന് വെച്ചാൽ അച്ഛന് ഏറ്റവും സന്തോഷമാണ്. എല്ലാ കാര്യത്തിലും അച്ഛൻ സന്തോഷമാണ്. അതുപോലെ ഏതായാലും നിങ്ങളുടെ ഈ ബ്ലോഗിലേക്ക് എല്ലാവിധ ആശംസകളും അച്ഛൻ്റെ വന്നു പോരെ. ഓ സന്തോഷം. ഓക്കെ. അമ്മയുടെ അഭിപ്രായം എന്താ? എന്തെങ്കിലൊക്കെ പറയാൻ അതിലേക്ക് നോക്കിയിട്ട് പറയണം. എന്താണ് അമ്മയുടെ അഭിപ്രായം? എന്ത് തോന്നുന്നു? നമ്മളുടെ ഒരു പുതിയ ഒരു ചുവടുവെപ്പല്ലേ ഇത്? എന്ത് തോന്നുന്നു? നല്ലൊരു ചുവടുവെപ്പായി തോന്നുന്നു. എല്ലാം നല്ലതാവും. അച്ഛാ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് ആദ്യത്തെ ബ്ലോഗ് തന്നെ എന്തിൽ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? അതൊരു വല്ലാത്ത ചോദ്യമായി പോയല്ലോ. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അതായത് നമ്മളൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. അതെ അതെ. അതുകൊണ്ട് പ്രകൃതിയുമായി ഇണങ്ങി നമ്മുടെ ജീവിതം ആയിരിക്കണം. അതൊരു ഡിവൈൻ ജീവിതമാണ്. അതുകൊണ്ട് നമുക്ക് കൃഷിയിൽ നിന്നാണ്. കൃഷിയിൽ നിന്നോ? അതെ. നാം ഇപ്പോൾ തുടങ്ങാൻ വിചാരിച്ചിരിക്കുന്ന കൃഷി, ജൈവികമായ കൃഷി, അതിൽ നിന്നാവുന്നത് അതാണ് നന്നായിരിക്കും തോന്നുന്നത്. എന്ത് പറയുന്നു കുക്കു? ഉറപ്പാണെങ്കിൽ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. ഗുഡ്. അതിനുവേണ്ട എല്ലാവിധ ആശംസകളും അച്ഛൻ്റെ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കൃഷിയിൽ തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വെരി ഗുഡ്. അത് തന്നെ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയേക്കാം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. ആരോഗ്യപ്രധാനം ആയിരിക്കുന്ന കൃഷിയിൽ നിന്നും മണ്ണിൽ നിന്നാണ് നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത്. മണ്ണിലാണ് നിലനിൽക്കുന്നത്, മണ്ണിൽ തന്നെയാണ് തീരുന്നത്. അതുകൊണ്ട് മണ്ണിൽ നിന്നാവട്ടെ, കൃഷിയിൽ നിന്നാവട്ടെ. നന്നായി. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ടാക്കാം. എല്ലാ ആശംസകളും. പിന്നെ നമുക്ക് ആദ്യത്തെ വീഡിയോ തന്നെ നമുക്ക് കൃഷിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ നമുക്ക് കൃഷിയുടെ വീഡിയോസ് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇനി ഈ ചട്ടിയിലേക്കുള്ള മണ്ണ് എടുക്കലും മണ്ണ് നിറയ്ക്കലുമായിട്ടുള്ള കാര്യങ്ങൾ അമ്മ പറയുന്നതായിരിക്കും. വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കണമെന്ന് കുറേ നാളുകളായി നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിട്ട്. നമ്മൾ സ്വയം ഉണ്ടാക്കിയാൽ മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ, വിഷം അടിക്കാത്തതാണെന്ന്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമുക്കതിന് വേണ്ട ചട്ടികളാകുമ്പോൾ കുറച്ച് കാലം നിൽക്കുമല്ലോ. അപ്പോൾ ചട്ടികളാദ്യം മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു ചട്ടികൾ ഉണ്ടാക്കുന്ന ആളെ വിളിച്ച് അറേഞ്ച് ചെയ്തു. കുറച്ച് ചട്ടികൾ വാങ്ങിച്ചു വെച്ചു. വിത്തുകൾ, വളങ്ങൾ ഒക്കെ ഓരോന്നിങ്ങനെ സംഘടിപ്പിക്കാൻ ഇങ്ങനെ ഒന്നും അറിയില്ല, ആദ്യമായിട്ട് തുടങ്ങുകയാണല്ലോ. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങണം. പക്ഷേ എങ്കിലും നമ്മൾ പ്രവൃത്തിപഥത്തിലായിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്കത് ആദ്യം ഇറങ്ങുമ്പോഴല്ലേ അറിയുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോട്ടി മിക്സർ എങ്ങനെ ഉണ്ടാക്കുക, അതുപോലെ എങ്ങനെയാണിത് ചട്ടി നിറയ്ക്കുക, ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം
ഒരു സ്ത്രീ മണ്ണാർക്കാടിനപ്പുറത്ത് അലനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ചേച്ചി, ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചി നമ്മുടെ വഴിക്ക് വന്നു, വീട്ടിലേക്ക് വന്നു. അങ്ങനെ ആ സ്ത്രീ 10-20 വർഷമായിട്ട് ഈ തൊഴിലും കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് അത്ഭുതം എന്നേ പറയണ്ടു. നമ്മളിത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സ്ത്രീയെ കാണുന്നത്. അവർ പറഞ്ഞു നമ്മൾ അവരുടെ ഹെൽപ്പ് ചോദിച്ചു. അങ്ങനെ വരാം, ഓണം കഴിഞ്ഞ് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വിത്തുകൾ, വളങ്ങൾ ഒക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ച് അതിന് വേണ്ടതൊക്കെ റെഡിയാക്കി. അങ്ങനെ ആ ചേച്ചി ഒരു ദിവസം വന്നു. മണ്ണെടുക്കേണ്ടത് ആദ്യം, പിന്നെ മണ്ണെടുക്കാനാണ്. മണ്ണെടുക്കാനായിട്ട് നല്ല വളക്കൂറുള്ള മണ്ണുകൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വളക്കൂറുള്ള മണ്ണ്, അതായത് വെള്ളം വീണാലും കുഴയാത്ത മണ്ണ്, നല്ല നീർവാൽപ്പുള്ള മണ്ണ്, അത് സെലക്ട് ചെയ്ത് ആ ചേച്ചി കുറേ മണ്ണൊക്കെ എടുത്തു കൊണ്ടുവന്നു. അതിലേക്ക് വളം മിക്സ് ചെയ്തു. അങ്ങനെ പോട്ടി മിക്സ്ചർ ഉണ്ടാക്കി. മണ്ണും കുറച്ച് കക്കപ്പൊടി, പച്ച കക്കപ്പൊടിയും അതിൽ വളവും മിക്സ് ചെയ്ത് അതുണ്ടാക്കി. അതിന് ശേഷം കുറച്ച് പച്ചിലകൾ, ഈ വീണ കരിയിലകൾ എല്ലാം കുറച്ച് ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉപയോഗിച്ച് ആദ്യം ചട്ടിയിൽ വെള്ളം പോവാനുള്ള ഹോള് ഉണ്ടോയെന്ന് നോക്കി. സൈഡിലും താഴെയും ഒക്കെ ഉണ്ട്. ആദ്യം ആ ഹോളിൻ്റെ മീതെ കുറച്ചും കൂടി നിൽക്കുന്നവരേക്ക് കരിയിലയും അതേമാതിരി പച്ചിലയോ ഒക്കെ നിറച്ചു. അതിനുശേഷം മണ്ണിട്ടു. ഒരു 3/4 ഭാഗത്തോളം മണ്ണ് നിറച്ചു. അങ്ങനെ എല്ലാ ചട്ടികളും മണ്ണ് ഫില്ല് ചെയ്തു. ആദ്യം അതാണ് ചെയ്തത്, മണ്ണ് ഫില്ല് ചെയ്തു. അതിനിടയ്ക്ക് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ മണ്ണ് താണു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പോട്ടി മിക്സ്ചർ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ചെടി നന്നായിട്ട് വളരണമെങ്കിൽ ചായച്ചണ്ടി, മുട്ടത്തോട് ഇങ്ങനെയുള്ള സാധനങ്ങളും, അതുപോലെ നമ്മുടെ അടുക്കളയിൽ നിന്നുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ്, പച്ചക്കറി സ്ലറി രൂപത്തിലോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കിയിട്ടോ ഒക്കെ നമുക്ക് ഇതിലേക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചട്ടികളൊക്കെ നിറച്ചു. പിന്നെ കുറച്ച് വഴുതന തൈ ആ ചേച്ചി തന്നെ കൊണ്ടുവന്ന തൈയാണ്. ആ വഴുതന തൈകൾ ഒരു 10 ചട്ടികളിൽ ബിന്ദു ചേച്ചി തന്നെ നട്ടു. അതും കാണിച്ചു തന്നു എങ്ങനെയാണ് വെക്കേണ്ടത് തൈയെന്നും. അതുപോലെ പയർ കൊണ്ടുവന്നിരുന്നു. പയറിൻ്റെ വിത്ത് എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്നും കൂടിയും കാണിച്ചു തന്നു. അതുപോലെ മുളപ്പിക്കാൻ വെച്ചു. പോട്ടി മിക്സ്ചർ ആദ്യം മുളപ്പിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഇതിലേക്ക് ഇട്ടു, കുഴികളിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് അതിലേക്ക് വിത്തിടണം എന്ന് പറഞ്ഞു. അങ്ങനെ വിത്തും ഇട്ട് നനച്ച് അങ്ങനെ വെച്ചു. അങ്ങനെ അതൊക്കെ അന്ന് ചെയ്യലുണ്ടായി. ഞങ്ങളുടെ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി അമർത്തി പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ ആരും. അപ്പോൾ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.